ഹായ് ഗൈസ്, ഇറ്റ്സ് മീ പ്രിൻസ്. അപ്പോൾ നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആയി. കറക്റ്റ് വീട് വരെ എങ്ങനെയോ ഓടിച്ചെത്തിയിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ ഓടിച്ചെത്തി. മിസ്സിങ് ആയിരുന്നു, ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഓഫായി പോയി. പിന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് റെക്സിൻ്റെ എൻജിൻ റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേസ് വളരെ കുറവുള്ള ഒരു എൻജിൻ റൂമാണ്. അതുപോലെ തന്നെ നമുക്ക് വന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയൊരു കംപ്ലയിൻറ്റ്. ഈ ഒരു ഇവിടെയാണ് ഹൈ പ്രഷർ പമ്പ് വരുന്നത്. നമ്മൾ റിപ്പയറിന് കൊടുത്തേക്കാണ്. സംഭവം കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യണം. ഇത് കയറ്റി സെറ്റ് ചെയ്തിട്ട് വേണം വണ്ടി സ്റ്റാർട്ടാവുമെന്ന് നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതാണ് കോമൺ റെയിൽ. അപ്പോൾ ഈ ഇഞ്ചക്ടേഴ്സിനുള്ള പൈപ്പെല്ലാം ഞാൻ അഴിച്ചിട്ടേക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചക്ടറിലോട്ട് കറക്റ്റായിട്ട് ഫ്യൂൽ എത്തുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റാണ്. അപ്പോൾ ഈ ഹൈ പ്രഷർ പമ്പ് അഴിച്ച് നമ്മൾ റിപ്പയറിന് കൊടുത്തു. അതിനെന്തോ കുറച്ച് പ്രഷർ കുറവ് അങ്ങനെ വേരിയേഷൻ ഉണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പോൾ തന്നെ സാധനം കിട്ടും. ഇതാണ് റെഗുലേറ്റർ, ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ. ഇതാണ്. ഇതിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇത് മാറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. വണ്ടി നല്ല മിസ്സിങ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. സോ ഇതെല്ലാം ഇപ്പം ഈ ഹൈ പ്രഷർ പമ്പ് അത് സെറ്റ് ചെയ്തിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ആവില്ലോ എന്ന് നോക്കാൻ കേട്ടോ. ഓക്കെ.